ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആക്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ സിസിലറൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയല്ലേ കഴിക്കാറ്. നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ബീഫ് സ്റ്റീക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബീഫ് സ്റ്റീക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരുമിച്ച് അടുക്കി വെക്കുന്നതിന് പകരം ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൽ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ, കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല ഈസി ആയിട്ട് നല്ല എന്താ പറയുക, ഈ ചോക്ലേറ്റ് മിഠായി എല്ലാം നമ്മൾ ഇങ്ങനെ അതിൻ്റെ കവർ പൊളിച്ചെടുക്കത്തില്ലേ, അതുപോലെ വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് കുറേ നേരം വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് എടുക്കുമ്പം നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ മുറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ബീഫ് സ്റ്റീക്കിൻ്റെ മസാല എന്ന് പറയുന്നത് സാധാരണ ഉപ്പും കുരുമുളക് പൊടി മാത്രമാണ് ഇടാറ്. മറ്റുള്ള മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള നമ്മുടെ മറ്റ് മസാലകളൊന്നും ബീഫ് സ്റ്റീക്കിന് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിന് 2 സൈഡും നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച്, നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതലിടാം. പാകത്തിന് ഉപ്പും ചേർത്ത് 2 സൈഡും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ ഉപ്പും കുരുമുളക് പൊടിയുമാണ് ബീഫ് സ്റ്റീക്കിൻ്റെ ഒരു നോർമൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി അത് ഇരിക്കട്ടെ, നമുക്ക് ബാക്കി പച്ചക്കറികൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ. ഞാൻ ജനൽപ്പടിയിൽ കുറച്ച് ഉള്ളിത്തണ്ടൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല കഷ്ണങ്ങൾ ഞാൻ മുറിച്ചെടുത്തു. ഇനി കുറച്ച് കളർഫുള്ളാകാം അല്ലേ. ചുവപ്പും പച്ചയും മഞ്ഞയും വെള്ള സവോളയും ബ്രൊക്കോളിയും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ നിങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ദോശക്കല്ലില്ലേ, നല്ല കട്ടിയുള്ള ദോശക്കല്ല്, ആ ദോശക്കല്ലിൽ കുറച്ച് ഒലിവ് ഓയിൽ തൂകിയിട്ട് അതിലേക്ക് നമ്മുടെ ബീഫെല്ലാം വെച്ച് 2 സൈഡും മുരിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് ഒരു സൈഡും 3 മിനിറ്റ് മറ്റേ സൈഡും മതിയാവും. ആ സമയം തന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തു. ഈ ബീഫ് റെഡിയാവുന്ന അതേ സമയം തന്നെ നമുക്ക് പച്ചക്കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഞാൻ എൻ്റെ അടുത്ത് ചില്ലി ചിക്കൻ മസാല ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതാ ഇട്ട് കൊടുത്തേ. ഇനി അത് ഇല്ലയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതിയാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അര ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ഡാർക്ക് സോയാ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിട്ട് നന്നായിട്ട് നമുക്ക് ആ സോസിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ചിടരുത്, ഒരു മീഡിയത്തിനേക്കാൾ കുറച്ചുകൂടി കൂട്ടിയിടണം. എന്നിട്ട് പെട്ടെന്ന് വേണം ഈ വെജിറ്റബിൾസ് എടുക്കാൻ. വെന്തങ്ങ് പോകരുത്, കുറച്ച് കടിക്കുമ്പോൾ ഒരു കറുമുറന്ന് കിട്ടണം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടി നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എത്ര ഗ്രേവി വേണോ ആ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ ആ ബ്രൊക്കോളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ബ്രൊക്കോളി ആദ്യം ചേർക്കാഞ്ഞത് ഇതങ്ങ് ഒത്തിരി ചൂട് കെട്ടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായി പോകുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ബ്രൊക്കോളി ഇട്ടാൽ മതിയാവും. ഒന്ന് ചൂട് കെട്ടുമ്പോഴത്തേക്കും ബ്രൊക്കോളിയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗ്രീൻ കളറായിട്ട് വരും. ഒന്ന് ആ സോസിൻ്റെ പച്ചമണമൊക്കെ മാറി എന്താ പറയുക, നമ്മുടെ കോൺഫ്ലോറൊക്കെ ഇട്ട് ഒന്ന് കുറുകി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫും ഏകദേശം ഒരു സൈഡ് 3 മിനിറ്റും മറ്റേ സൈഡ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടറിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി മുറിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ബട്ടറും ബീഫിൻ്റെ ഒരു നെയ്യും എല്ലാം ഉണ്ടല്ലോ ആ ദോശക്കല്ലിൽ, അതിലോട്ട് ബാക്കിയുള്ള കുറച്ച് പച്ചക്കറികളും കൂടി ഇട്ട് കൊടുത്തു. ആ സമയത്ത് ഫ്രൈ ആയിട്ട് വരുന്ന വെജിറ്റബിൾസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്.
വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. എപ്പോഴും ഈ നമ്മുടെ സാധാരണ ഐറ്റംസ് മാത്രമല്ല ഉണ്ടാക്കുന്നത്. ഇതാണ് സിസ്ലർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളത്തുള്ളി ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തുള്ളി ഇങ്ങനെ ഉരുണ്ട് കളിക്കും. അതാണ് അതിൻ്റെ ചൂടായതിൻ്റെ പാകം. ഇതത് വെക്കുന്ന ആ പ്ലേറ്റ് വെക്കുന്ന തട്ടാണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചട്ടുകവും വേറൊരു തവിയെടുത്ത് ഞാൻ ആ ചൂടായ ആ സിസ്ലർ പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ആദ്യം വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലേറ്റിൻ്റെ സൈസ് നോക്കാതെയാണ് മേടിച്ചത്, അതുകൊണ്ടാണ് ചെറുതായി പോയത്. കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയ ഡിഷ് മൊത്തം ഇതിലേക്ക് നമുക്കിങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഗ്രേവിയും കൂടെ ഒഴിക്കുമ്പോഴാണ് അതിലേക്ക് നന്നായിട്ട് നല്ല പുക വരും, നല്ലൊരു സൗണ്ടൊക്കെ വരും. പിന്നെ നിങ്ങൾ സിസ്ലർ പ്ലേറ്റ് മേടിക്കുവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി സൈസുള്ളത് മേടിക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ ടേബിളിൽ ഇപ്പം 4 പേരിരിക്കുന്ന ടേബിളാണെങ്കിൽ ആ ഒരു ഉണ്ടാക്കിയ ഡിഷ് മൊത്തം നമുക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പ്ലേറ്റ് വേണം. ഞാൻ മേടിച്ചപ്പം സൈസ് നോക്കിയില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കൊച്ചു പ്ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.